നമസ്കാരം. കോക്ടെയിലിലേക്ക് സ്വാഗതം. ജോലി സമയത്ത് ഓണാഘോഷം വേണ്ട എന്ന മുഖ്യമന്ത്രിയുടെ തീരുമാനം ചിലർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ച മട്ടില്ല. മുൻ മുഖ്യൻ നാട് വാണിരുന്നപ്പോൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ സ്ഥിതി എന്നാണ് നിലവിലെ അവരുടെ പരാതി. സെക്രട്ടേറിയറ്റിൽ കഴിഞ്ഞ നിരവധി ദശകങ്ങളായി ഓണാഘോഷം നടത്തി വരാറുണ്ട്. ഇവിടെ പ്രധാനമായിട്ടും അത്തപ്പൂക്കളവും അതിനുശേഷം സ്റ്റേഡിയത്തിലെ കലാപരിപാടികളുമായിട്ടാണ് നമ്മൾ നടത്താറുള്ളത്. അത്തപ്പൂക്കളം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തത്തിൻ്റെ തലേ ദിവസം തന്നെ വൈകുന്നേരം ഓഫീസിലെത്തി പൂക്കളൊക്കെ ശേഖരിച്ച് അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം അടുത്ത ദിവസം രാവിലെ 10 മണിക്ക് മുമ്പ് തന്നെ പൂക്കളമിട്ട് അതിൻ്റെ ഒരു കോമ്പറ്റീഷനും ഒരു 10-10:15 കൂടി തന്നെ കഴിഞ്ഞ് ആ പരിപാടി അവസാനിപ്പിക്കലാണ് ഇവിടെ സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു പ്രശ്നം ഉന്നയിച്ചത് ഞങ്ങൾക്ക് തോന്നുന്നത് മുഖ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ച് സെക്രട്ടേറിയറ്റിനെ സംബന്ധിച്ച് വികലമായിട്ടോ തെറ്റായിട്ടോ ഉള്ള ഉപദേശമാണ് ഇക്കാര്യത്തിൽ കിട്ടുന്നത് എന്നുള്ളതുകൊണ്ട്. പിന്നെ രണ്ടാമത്തെ, സെക്രട്ടേറിയറ്റിലെ സെക്ഷനുകളിൽ കയറി കച്ചവടം നടത്തുന്നു, ഞങ്ങൾ സീറ്റിലിരുന്ന് തന്നെ സാധനങ്ങൾ വാങ്ങുന്നു എന്ന് പറയുന്നു. തീർച്ചയായിട്ടും അതും തെറ്റാണ്. അപ്പോൾ സെക്രട്ടേറിയറ്റ് വിരുദ്ധ അജണ്ട മുഖമുദ്രയാക്കിയ ആരോ സെക്രട്ടേറിയറ്റിൻ്റെ പ്രവർത്തനം താളം തെറ്റിയിരിക്കുന്നു എന്ന് പറയാനും മുഖ്യമന്ത്രിയെ അതുവഴി ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ അല്ലെങ്കിൽ ഒരു ശത്രുതാപരമായ സമീപനം ഞങ്ങൾക്ക് ഗവൺമെൻറ്റിനോട് ഉണ്ടാക്കുന്നതിനും വേണ്ടിയിട്ടുള്ളൊരു കുതന്ത്രം ഇതിൻ്റെ പിന്നിലുണ്ടോ എന്ന് കേരള സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ സംശയിക്കുന്നു. കാരണം ഇവിടെ വ്യക്തമായി രാഷ്ട്രീയമുള്ള ആളുകൾ തന്നെയാണ്. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെ സജീവ രാഷ്ട്രീയമുള്ള ആളുകളോടൊപ്പം ജോലി ചെയ്യുന്നവരും രാഷ്ട്രീയക്കാരാണ്. മുൻപ് ഉണ്ടായിരുന്ന ശ്രീമാൻ ഉമ്മൻചാണ്ടി ഇരുന്നപ്പോൾ പോലും അത്തരത്തിൽ രാഷ്ട്രീയമുള്ളവർ തന്നെയാണ് അദ്ദേഹത്തെ സഹായിക്കാനും ഉണ്ടായിരുന്നത്. മുഖ്യമന്ത്രിയുടെ അഭിപ്രായം 100% ശരിയാണ്. ഓഫീസ് സമയത്ത് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം ഓണാഘോഷം നടത്താറില്ല. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ സാംസ്കാരികമായ രചനയിലൂടെയാണ് നമ്മൾ അത്തപ്പൂ കള മത്സരം ജീവനക്കാരുടെ ഇടയിൽ വർഷങ്ങളായി നടത്തിക്കൊണ്ട്. അത് ഗവൺമെൻറ് ഏതെന്നല്ല, അത് നമ്മളെ മുമ്പിൽ വിഷയമല്ല. പക്ഷെ ഞങ്ങൾ രാവിലെ തുടങ്ങി 10:15 തന്നെ അത്തപ്പൂ കള മത്സരം അവസാനിപ്പിക്കും. അതുകൊണ്ട് തന്നെ ഓഫീസ് സമയത്ത് അത്തപ്പൂ ഇട്ട് ഓണാഘോഷം നടത്തുന്ന പ്രശ്നമേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉദിക്കുന്നില്ല. പൊതുജനങ്ങളെ ബാധിക്കത്തക്ക രീതിയിൽ ഞങ്ങൾ ഇതുവരെ ഓണാഘോഷം നടത്തിയിട്ടില്ല. പിന്നെ വനിതാ സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഓണാഘോഷ പരിപാടികൾ നടത്തുന്നത്. അത് ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെയുടെ സമയത്താണ് ഞങ്ങൾ ഈ സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തുന്നത്. അതും പൊതുജനങ്ങളെ ബാധിക്കാത്ത രീതിയിലാണ് ഞങ്ങൾ ഇതുവരെ നടത്തി വന്നിട്ടുള്ളത്. ഇപ്രാവശ്യം അങ്ങനെ തന്നെയായിരിക്കും. ഒരു കാരണവശാലും ഓഫീസ് സമയത്ത് ഞങ്ങൾ ഈ ഓണാഘോഷം നടത്തുന്നതല്ല. ആദർശാത്മക പ്രസംഗകലയിലും സുധീരൻജിയെ കിടപിടിക്കാൻ മറ്റാർക്കും കഴിയില്ല എന്നാണല്ലോ വയ്പ്. കഴിഞ്ഞ 5 കൊല്ലം കാട്ടാത്ത ശുഷ്കാന്തി വീണ്ടും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള രാജ്ഭവൻ മാർച്ച് ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. ഇന്നിവിടെ ഏക സിവിൽ കോഡിനെതിരെ മുസ്ലിം സമൂഹം വേട്ടയാടപ്പെടുന്നതിനെതിരെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ മഹത്തായ മുന്നേറ്റത്തിൽ പങ്കാളിയാകാൻ സാധിച്ചതിൽ എനിക്ക് ഏറെ സംതൃപ്തിയുണ്ട്. സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ശക്തികളെ ഇന്ത്യ രാജ്യത്ത് നിന്നും ഒഴിവാക്കാൻ സാധിച്ച ആ സമരം ലോക ചരിത്രത്തിലെ ഉജ്ജ്വലമായ ഉറപ്പ് ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഏകീകൃത സിവിൽ കോഡ് എന്നുള്ള ആശയവുമായി മോഡി ഭരണകൂടം മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ഏറ്റവും പ്രതിഷേധാർഹമാണ്, ഏറ്റവും നിർഭാഗ്യകരമാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ശ്രീമതി ഇന്ദിരാഗാന്ധി മതേതരത്വം തന്റെ ജീവന തുല്യമായി ഉയർത്തിപ്പിടിച്ചു. തന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ, സഹോദരനെ, ആ ഒരു സുഹൃത്തിനെ
തന്റെ സെക്യൂരിറ്റി വലയത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ തനിക്കാവില്ല. അങ്ങനെ താൻ ചെയ്താൽ തനിക്കെങ്ങനെ ഒരു മതേതരവാദി എന്ന് അവകാശപ്പെടാൻ സാധിക്കും എന്ന് ഫയലിൽ കുറിച്ച ഇന്ദിരാഗാന്ധി തന്റെ ഓരോ തുള്ളി ചോരയും ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, സുരക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടട്ടെ എന്ന് പ്രത്യാശിച്ച പ്രിയപ്പെട്ട ഇന്ദിരാഗാന്ധി. നരേന്ദ്രമോദി ഭരണകൂടം ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി ചേർത്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രസക്തമായ ആശയങ്ങൾ അതിന് ആമുഖത്തിൽ എഴുതി ചേർത്തിട്ടുണ്ട്. പദങ്ങൾ സെക്യുലർ, സോഷ്യലിസ്റ്റ് എന്ന പദങ്ങൾ. ആ സെക്യുലർ എന്ന പദം മാറ്റിക്കളയണം എന്ന ആവശ്യം പരസ്യമായി ഉയർത്തുന്നു വർഗീയ ശക്തികൾ. തന്നെയുമല്ല, ഇന്ത്യ ഗവൺമെന്റിന്റെ ചില ഉത്തരവാദപ്പെട്ട വകുപ്പുകൾ തന്നെ, വകുപ്പ് മേലധികാരികൾ തന്നെ അറിഞ്ഞുകൊണ്ട് സെക്യുലർ എന്ന പദം നീക്കം ചെയ്യുന്നു. ഗുജറാത്തിലെ ഊനയിലെ ദളിത് സഹോദരങ്ങളെ എത്ര മൃഗീയമായിട്ടാണ് അവരെ വേട്ടയാടിയത്, എത്ര മൃഗീയമായിട്ടാണ് അവരെ തല്ലി ചതച്ചത്. രാജ്യത്ത് പശുവിന്റെ പേരിൽ മനുഷ്യ ജീവൻ ഹനിക്കുന്ന, പശുവിന്റെ പ്രാധാന്യം പോലും മനുഷ്യജീവന് നൽകാതെ രാജ്യത്തുടനീളം സംഘർഷങ്ങൾ ഉണ്ടാക്കി ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കുന്ന ഈ ഭരണകൂടത്തിന് കീഴിലാണ് ഇപ്പോൾ ജനങ്ങളെ ഭിന്നിപ്പിക്കുക, രണ്ട് തട്ടിലാക്കുക എന്ന ഗൂഢതന്ത്രവുമായി മോഡി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഏക സിവിൽ കോഡ് എന്ന ആശയം വീണ്ടും സജീവമായി ഉയർന്നു വന്നിരിക്കുന്നു. ആ ഭരണാധികാരി ഈ രാജ്യത്ത് ഇന്ന് അധികാരം കൈയാളുമ്പോൾ ഒരു കാര്യമുണ്ട്, വർഗീയത വളർത്തി നേരിടേണ്ടി വരുന്ന സ്ഥിതിവിശേഷത്തിലേക്കാണ് പോകുന്നത്. അവസാനം പറയേണ്ടി വന്നു, ഗോ സംരക്ഷകർ